ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മധുബാല ഇപ്പൊ JKയുടെ വീട്ടിലെ അടുക്കളയിൽ തന്റെ പാചകം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് കേട്ടോ സുമിത്ര ടീച്ചർ അങ്ങോട്ട് വരുന്നത്. മധുബാലയെ ജോലിയിൽ നിന്നും സ്നേഹത്തോടെ വിലക്കിക്കൊണ്ട് നീ അതൊക്കെ അവിടെ വയ്ക്ക്, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് ടീച്ചർ പറയുന്നുണ്ട്. എന്നാൽ ഞാനിന്ന് ആദ്യമായി ഈ അടുക്കളയിലേക്ക് കയറിയതല്ലേ അമ്മേ, അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാം എന്നാണ് മധുബാലയുടെ മറുപടി. മാത്രമല്ല വരും ദിവസങ്ങളിലും അമ്മയെ ഒറ്റയ്ക്കാക്കില്ലെന്നും എല്ലാ ജോലികളിലും താൻ കൂടെ ഉണ്ടാകുമെന്നും മധുബാല ഉറപ്പു നൽകുന്നുണ്ട്. താൻ പറിച്ചുകൊണ്ടുവന്ന് ചീര വയ്ക്കാത്തത് എന്താണെന്നും അതിൽ അമ്മയ്ക്ക് വല്ല വിഷമവും ഉണ്ടോ എന്നും മധുബാല ചോദിക്കുന്നു. എന്നാൽ തനിക്ക് അങ്ങനെയുള്ള യാതൊരു ദേഷ്യവുമില്ലെന്ന് ടീച്ചർ വ്യക്തമാക്കുന്നു. തുടർന്ന് വീട്ടുകാരുടെ സമ്മതത്തോടെയും ആലോചനയുടെയുമാണോ മധുബാല ഇങ്ങോട്ട് പോകുന്നതെന്നായി ടീച്ചറിന്റെ ചോദ്യം. ഇതിന് മധുബാല നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: വീട്ടുകാർക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. JK നേരിട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം എന്നതായിരുന്നു അവരുടെ വാശി. എന്നാൽ അത് പ്രാക്ടിക്കൽ ആകില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ സ്വന്തം തീരുമാനപ്രകാരമാണ് ഇങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ JKയേക്കാൾ ഉപരി അമ്മയിലായിരുന്നു എന്റെ പ്രതീക്ഷ മുഴുവൻ. ഇവിടെ വന്നപ്പോഴും ആ ഒരു വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അമ്മ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി. JK എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും ഞാൻ അതെല്ലാം സഹിച്ചോളാം. ശേഷം രാത്രിയിലെ ഭക്ഷണ രീതികളെക്കുറിച്ച് മധുബാല ചോദിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ രാത്രിയിൽ ഇവിടെ ആരും ചോറ് കഴിക്കാറില്ലെന്നും തനിക്ക് ഗോതമ്പ് കഞ്ഞിയോ ദോശയോ ചപ്പാത്തിയോ ആണ് പതിവെന്നും ടീച്ചർ പറയുന്നു. ഇത് കേൾക്കുന്ന മധുബാലയാകട്ടെ താൻ പുതുതായി ചില വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെന്നും അതൊക്കെ ഇവിടെ പരീക്ഷിച്ച് നോക്കാമെന്നും വളരെ സന്തോഷത്തോടെ പറയുകയാണ്. അങ്ങനെ ഉച്ചഭക്ഷണത്തിനുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കി മധുബാല ഡൈനിങ് ടേബിളിൽ ഭംഗിയായി എടുത്തു വയ്ക്കുന്നുണ്ട്. പാചകത്തിലെ സുമിത്ര ടീച്ചറും മധുബാലയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയ വിഭവങ്ങൾ എങ്ങനെയുണ്ടെന്നറിയാൻ അതൊന്ന് രുചിച്ചു നോക്കാൻ മധുബാല ആവശ്യപ്പെടുകയാണ്. ടീച്ചറാണെങ്കിൽ അതൊക്കെ കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. തുടർന്ന് ഭക്ഷണത്തിനായി പ്ലേറ്റ് എടുക്കാൻ തുടങ്ങിയ ടീച്ചറോട് ഇന്ന് നമുക്ക് പ്ലേറ്റിന് പകരം വാഴയിലയിൽ ഭക്ഷണം കഴിക്കാമെന്ന് മധുബാല സ്നേഹത്തോടെ പറയുകയാണ്. മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ JKയെ അമ്മ തന്നെ പോയി വിളിച്ചോളൂ, ഞാൻ ചെന്നാൽ ഒരുപക്ഷെ അയാൾക്ക് ദേഷ്യം വന്നാലോ എന്നും മധുബാല പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അമ്മ വിളിച്ചതനുസരിച്ച് JK താഴേക്ക് വരുന്നു. ഈ സമയം കുടിക്കാൻ വെള്ളമെടുക്കാനായി മധുബാല അടുക്കളയിലേക്ക് പോയിരുന്നു. JK കൈ കഴുകി വന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോൾ തിരികെ വന്ന മധുബാലയാകട്ടെ അബദ്ധത്തിൽ JKയുടെ ദേഹത്ത് തട്ടുകയാണ്. ഉടൻ തന്നെ മധുബാല ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും JKക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് മേശപ്പുറത്തിരുന്ന് വാഴയില കണ്ട് ഇന്ന് എന്താ അമ്മേ പ്ലേറ്റിന് പകരം ഇലയിലൊക്കെ ഭക്ഷണം എന്ന് JK നെറ്റി വിളിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, മധുബാല കുറച്ച് ഇലകൾ കൊണ്ടുവന്നതുകൊണ്ട് അതിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. നീ ഇരിക്കുന്ന ടീച്ചർ മറുപടി നൽകി. എന്നാൽ തനിക്ക് ഇല വേണ്ടെന്നും പ്ലേറ്റ് മതിയെന്നും JK വാശി പിടിക്കുകയാണ്. വിളമ്പി വെച്ച ആഹാരത്തിന് മുന്നിൽ കിടന്ന് പരിഭവം കാണിക്കാതെ ഇലയിൽ തന്നെ കഴിക്കുന്ന ടീച്ചർ കർശനമായി പറഞ്ഞതോടെ JKക്ക് പിന്നെ മനസ്സില്ലാ മനസ്സോടെ അവിടെ ഇരുന്ന് കഴിക്കേണ്ടി വരുന്നു. ടീച്ചർ വിഭവങ്ങളെല്ലാം വിളമ്പുന്നത് കണ്ട് ഇത്രയധികം കറികൾ ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് JK ചോദിക്കുന്നുണ്ട്. ഞാൻ വെറുതെ സഹായിച്ചതേ ഉള്ളൂ, ഇതെല്ലാം മധുബാല ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണെന്ന് ടീച്ചർ പറഞ്ഞ ഉടൻ എങ്കിൽ എനിക്ക് ഈ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ JK അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ടീച്ചർ അവനെ തടഞ്ഞുകൊണ്ട് നീ അവിടെ തന്നെ ഇരിക്കുക ചെയ്യാം, വിളമ്പി വെച്ച ആഹാരത്തെ അപമാനിക്കരുത്, നീ കഴിച്ചില്ലെങ്കിൽ ഞാനും ഇന്ന് പട്ടിണി കിടക്കുമെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോ JK ആ സമയത്ത് തന്റെ സംശയം തുറന്നു പറയുകയാണ്. അമ്മേ, ഇവിടെ എങ്ങനെ വിശ്വസിച്ചാണ് ഈ ഭക്ഷണം കഴിക്കുക? ഇതിൽ വല്ല വിഷവും കലർത്തിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? എന്നാൽ ആ പറഞ്ഞത് കേട്ട് മധുബാലയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയം ഞാൻ തീർത്തു തരാം. ആദ്യം ഞാൻ തന്നെ ഇത് കഴിക്കാന്ന് പറഞ്ഞിട്ട് മധുബാല എല്ലാ കറികളും ചോറും കൂട്ടി അല്പം കഴിച്ചു കാണിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ വിശ്വാസമായോ JK? ആഹാരത്തിൽ വിഷം ചേർക്കാനുള്ള ക്രൂരതയൊന്നും ഈ മധുബാലയ്ക്കില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും തരംതാണ ആരോപണം ഉന്നയിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനത് അർഹിക്കുന്നത് കൊണ്ടാകാമെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ട് മധുബാല റൂമിലേക്ക് നടന്നു പോകുന്നു. പിന്നീട് രാത്രിയിൽ സുമിത്ര ടീച്ചർ അർച്ചനയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ്. അച്ചുവിനെ കേസിൽ നിന്നും ഒഴിവാക്കിയ വിവരം അറിഞ്ഞ് തനിക്ക് വലിയ ആശ്വാസമായെന്നും അവനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തവർ ആരായാലും അതിന്റെ ഫലം അനുഭവിക്കുമെന്നും ടീച്ചർ പറയുന്നുണ്ട്. അച്ചുവിനോട് തന്റെ അന്വേഷണം അറിയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. തുടർന്ന് വീട്ടിലെ പുതിയൊരു വിശേഷം ടീച്ചർ പങ്കുവയ്ക്കുകയാണ് അർച്ചനയോട്. എന്നാൽ മധുബാല ഇവിടെ വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ അവൾ ഇനി എന്ത് പുതിയ പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അർച്ചന സംശയത്തോടെ ചോദിക്കുന്നു. പക്ഷേ സുമിത്ര ടീച്ചർ പറയുകയാണ്, അങ്ങനെയല്ല മോളെ, പഴയ കാര്യങ്ങളെല്ലാം മറന്ന് എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ കഴിയാൻ തന്നെയാണ് അവളുടെ തീരുമാനം. ഇവിടെ സ്ഥിരമായി നിൽക്കാൻ തന്നെയാണ് ഭാവം. അവളുടെ സംസാരത്തിൽ പഴയ ധിക്കാരമോ അഹങ്കാരമോ ഒന്നും ഇപ്പോഴില്ല. വീട്ടുജോലികളെല്ലാം നന്നായി ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് JK എന്താണ് പറയുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ മധുബാലയുടെ ഈ പെട്ടെന്നുള്ള മാറ്റത്തിൽ അവൻ ഇപ്പോഴും വിശ്വാസം ഒട്ടും വന്നിട്ടില്ല. പഴയ കാര്യങ്ങളെല്ലാം തിരുത്തി ജീവിക്കാനാണ് വന്നതെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അതൊരു കള്ളത്തരമായിരിക്കുമോ എന്നാണ് അവന്റെ പേടി. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ ജയന്റെ അവസ്ഥ. ഇനിയൊരു പ്രശ്നം കൂടെ ഉണ്ടായാൽ എനിക്ക് താങ്ങാൻ കഴിയില്ലെന്നും ടീച്ചർ സങ്കടപ്പെടുമ്പോൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ടതില്ലെന്നും
എന്തിനേയും നേരിടാൻ ജെ.കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അർച്ചന ടീച്ചറെ ആശ്വസിപ്പിക്കുകയാണ്. മധുബാലയുടെ വരവ് ഒരു പക്ഷെ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയായിരിക്കാമെന്ന് കരുതി സമാധാനിക്കാൻ അർച്ചന ആവശ്യപ്പെടുകയാണ് ടീച്ചറോട്. മോളോട് ഇതെല്ലാം സംസാരിച്ചപ്പോൾ മനസ്സിലെ ഭാരം കുറഞ്ഞെന്ന് പറഞ്ഞ് ടീച്ചർ ഫോൺ വെക്കുമ്പോഴാണ് മധുബാല അങ്ങോട്ടേക്ക് വരുന്നത്. ടെറസിന്റെ വാതിൽ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ടീച്ചറുടെ അശ്രദ്ധയെ ചിരിയോടെ പരിഹസിച്ച് മധുബാല ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വിജയശങ്കർ പത്രം വായിക്കുമ്പോൾ ചന്ദ്ര ചായയുമായി എത്തുകയാണ്. ചായയ്ക്ക് മധുരം കൂടുതലാണെന്ന് വിജയശങ്കർ പരാതിപ്പെടുമ്പോൾ ജീവിതത്തിൽ മധുരമില്ലാത്തതുകൊണ്ട് ചായയിലെങ്കിലും കുറച്ച് കൂട്ടിയിട്ടതാണെന്ന് ചന്ദ്ര മറുപടി പറയുകയാണ്. തുടർന്ന് ചിന്നുവിന്റെ കോളേജ് അഡ്മിഷനെ കുറിച്ച് ചന്ദ്ര ചോദിക്കുമ്പോൾ സീറ്റ് ഒപ്പിക്കാമെങ്കിലും ഡൊണേഷനായി ലക്ഷങ്ങളാണ് കോളേജുകാർ ചോദിക്കുന്നതെന്ന് വിജയശങ്കർ പറയുന്നു. ഇത്രയും വലിയ തുക കേട്ടതോടെ ചന്ദ്ര പിന്മാറുകയാണ്. ലക്ഷങ്ങൾ കൊടുത്ത് ചിന്നുവിനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ തന്നെ തുടരട്ടെ, ആ ഫയൽ മടക്കി വെച്ചേക്കെന്ന് ചന്ദ്ര തീർത്തും പറഞ്ഞപ്പോൾ എന്നാൽ കോളേജ് മാറ്റുന്ന കാര്യം ആദ്യം തുടങ്ങിയത് താനാണല്ലോ എന്ന് വിജയശങ്കർ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ ചന്ദ്ര പറയുന്നു, ജെ.കെ ആ കോളേജിൽ ഉള്ളതുകൊണ്ടാണ് ചിന്നുവിനെ നമ്മൾ മാറ്റാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ലക്ഷങ്ങൾ കളഞ്ഞ് കോളേജ് മാറ്റുന്നതിന് പകരം വിജയേട്ടന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ ജെ.കെയെ അവിടുന്ന് മലബാറിലെ ഏതെങ്കിലും കോളേജിലേക്ക് സ്ഥലം മാറ്റാൻ നോക്ക്. ഇതിനായി പണം കളയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ചന്ദ്ര തുറന്നു തന്നെ പറയുന്നു. തുടർന്ന് വിജയശങ്കറിന് സന്തോഷം തരുന്ന മറ്റൊരു വാർത്തയും ചന്ദ്ര ഇതേ സമയം പങ്കുവയ്ക്കുന്നുണ്ട്. ആ ജെ.കെയുടെ ഭാര്യ മധുബാല പിണക്കമെല്ലാം മാറി ഇപ്പോൾ അവന്റെ കൂടെ താമസം തുടങ്ങിയെന്ന വിവരം ചന്ദ്ര അറിയിക്കുകയാണ് കേട്ടോ വിജയശങ്കറിനെ. എന്നാൽ ഇത് കേട്ട് അവള് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടുമെന്ന് വിജയശങ്കർ ചോദിക്കുമ്പോൾ ഭാര്യ കൂടെ ഉണ്ടായാൽ പിന്നെ ജെ.കെ അർച്ചനയുടെ പിന്നാലെ പോകില്ലല്ലോ എന്നാണ് ചന്ദ്ര നൽകുന്ന മറുപടി. എന്നാൽ അർച്ചനയുടെ പിന്നാലെ ആര് നടന്നാലും തനിക്ക് പ്രശ്നമില്ലെന്നും അവളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകരുതെന്ന് മാത്രമാണ് തന്റെ ആഗ്രഹമെന്നും വിജയശങ്കർ ദേഷ്യത്തോടെ പറയുന്നു. പക്ഷെ ഇത് കേൾക്കുന്ന ചന്ദ്ര, ഓഹോ, അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ അച്ഛൻ മമത ഉള്ളതുകൊണ്ടാണോ വിജയേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങളൊരു ഒന്നൊന്നര കള്ളം തന്നെയാണെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അടുത്ത രംഗത്തിൽ രാവിലെ തന്നെ മധുബാല താനുണ്ടാക്കിയ കാപ്പിയുമായി സുമിത്ര ടീച്ചറുടെ അടുക്കിലേക്ക് വരുന്നു. തനിക്കിപ്പോൾ വേണ്ടെന്ന് ടീച്ചർ പറയുന്നുണ്ടെങ്കിലും താൻ സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ് മധുബാല അത് ടീച്ചറെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. തലേ ദിവസം രാത്രി ടീച്ചറും അർച്ചനയും ഫോണിൽ സംസാരിച്ചതെല്ലാം ഒളിച്ചു നിന്ന് കേട്ട മധുബാല ഇപ്പൊ പക്ഷെ ടീച്ചറോട് മുള്ളും മുനയും വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ടീച്ചർ തന്നെ കാര്യം തുറന്നു പറയുന്നു, നീ വന്ന കാര്യം ഞാൻ ഇന്നലെ അർച്ചനയോട് പറഞ്ഞിരുന്നു എന്ന്. എന്നിട്ട് അവൾ എന്താണ് പറഞ്ഞെന്ന മധുബാലയുടെ ചോദ്യത്തിന് നീ ഇവിടെ സ്ഥിരമായി നിൽക്കാൻ വന്നതിൽ അർച്ചനയ്ക്ക് വലിയ സന്തോഷമാണെന്നും ജയകൃഷ്ണൻ അവൾ നല്ലൊരു സുഹൃത്താണെന്നും ടീച്ചർ പറയുന്നുണ്ട്. നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ജീവിതത്തിന് പോസിറ്റീവാണ്, എന്റെ സുഹൃത്തുക്കളെയും ജെ.കെ ഇതുപോലെ പോസിറ്റീവായി കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് ചായക്കപ്പും വാങ്ങി മധുബാല ഉള്ളിലേക്ക് പോകുന്നു. മറ്റൊരു വശത്ത് രാവിലെ തന്നെ അച്ചുവിന്റെ പോലീസ് യൂണിഫോം ഇസ്തിരിയിടുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷം പോരെ ചേച്ചി ഇതെല്ലാം, ഞാൻ എന്തായാലും എസ്.പിയെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് അച്ചു പറഞ്ഞപ്പോൾ എസ്.പിയെ കാണേണ്ട ആവശ്യമൊന്നുമില്ലെന്നും അച്ചുവിന്റെ സസ്പെൻഷൻ ഇതിനകം തന്നെ ഡിപ്പാർട്ട്മെന്റ് പിൻവലിച്ചതെന്നും അർച്ചന സർപ്രൈസ് ആയിട്ട് തന്നെ അറിയിക്കുന്നുണ്ട്. സസ്പെൻഷൻ കാലയളവിലെ ശമ്പളത്തോടെ അച്ചുകൃഷ്ണന് പഴയ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാമെന്ന് ഉത്തരവ് വന്നിട്ടുണ്ടെന്ന് അർച്ചന സന്തോഷത്തോടെ പറയുകയാണ്. ഏതായാലും അർച്ചന പറഞ്ഞ വാർത്ത കേട്ട് അച്ചുവിന് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷം സഹിക്കാനാവാതെ അവന്റെ കണ്ണുകൾ നിറയുകയാണ്. കരയാതട ചെക്ക, നീ വേഗം പോയി റെഡിയാവ്, നമുക്ക് ഒന്നിച്ച് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന അച്ചുവിനെ ആശ്വസിപ്പിക്കുന്നു. ഉടനെ തന്നെ റെഡിയാകാനായി അച്ചു തന്റെ റൂമിലേക്ക് ഓടുകയാണ്. ഈ സമയം റൂമിലിരുന്ന് നഖത്തിൽ നെയിൽ പോളിഷ് ഇടുകയായിരുന്നു രുക്കു. റൂമിലേക്ക് സന്തോഷത്തോടെ കയറി വന്ന അച്ചു രുക്കുവിനെ ഒരൊറ്റ എടുത്തുപോക്കലായിരുന്നു. എന്നിട്ട് അവളെയും കൂട്ടി മുറിക്കുള്ളിൽ വട്ടം കറങ്ങാൻ തുടങ്ങി. പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ പേടിച്ചു പോയ രുക്കു, എന്താ അച്ചു ഇത്, എനിക്ക് തല കറങ്ങുന്നു, എന്നെ താഴെ ഇറക്കുന്ന വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അച്ചു കുറച്ചു നേരം കൂടെ കറങ്ങിയ ശേഷമാണ് അവളെ നിലത്തിറക്കുന്നത്. കാര്യം തിരക്കിയ രുക്കുവിനോട് എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു, അതും ശമ്പളത്തോടു കൂടി തന്നെയെന്ന് അച്ചു പറയുമ്പോൾ രുക്കുവിന്റെ സന്തോഷത്തിനും അതിരുകളില്ലായിരുന്നു. അവളങ്ങനെ സ്നേഹത്തോടെ അച്ചുവിനെ കെട്ടിപ്പിടിക്കുന്നു. അർച്ചന ചേച്ചിയുടെ കൂടെ ഇപ്പോൾ തന്നെ അമ്പലത്തിൽ പോയി തൊഴണമെന്ന് പറഞ്ഞ് അച്ചു വേഗം ഒരുങ്ങാൻ പോകുമ്പോൾ അർച്ചനയും കൂടെ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം രുക്കുവിന് പക്ഷെ അത്ര സുഖിക്കുന്നില്ല. പിന്നീട് അച്ചുവിന്റെ സസ്പെൻഷൻ മാറിയ വിവരം അർച്ചന രാവിലെ തന്നെ ഫോൺ വിളിച്ച് ദീപ്തിയെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് ദീപ്തിയും ഒരുപാട് സന്തോഷിച്ചു. ഇതിനൊരു നല്ല ട്രീറ്റ് വേണമെന്ന് ദീപ്തി പറയുമ്പോൾ പിന്നെന്താ, നിനക്കല്ലാതെ ഞാൻ വേറെ ആർക്കാണ് ട്രീറ്റ് തരിക എന്ന് അർച്ചനയും ചിരിച്ചുകൊണ്ട് പറയുന്നു. അച്ചുവിനെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ സസ്പെൻഷനും മാറി. അങ്ങനെ നല്ല കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരാൻ തുടങ്ങിയെന്ന് ദീപ്തി പറയുമ്പോൾ അർച്ചന തന്റെ മനസ്സ് തുറക്കുകയാണ്. അതായത് ഒരു പകലിന് ശേഷം രാത്രി ഉണ്ടാകുന്നത് പോലെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷം വന്നാൽ തൊട്ടു പിന്നാലെ ഒരു സങ്കടം തേടി വരാറുണ്ട്. മുൻപും എന്റെ അനുഭവം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ LLB പാസ്സായ അതേ ദിവസമാണ് ചിന്നുവിന് എല്ലാ വിഷയത്തിലും A+ കിട്ടിയത്. നാടും വീടും ഒന്നിച്ച് ആഘോഷിക്കുന്നതിനിടയിലാണ് ചിന്നുവിന്മേൽ അവകാശവാദവുമായി വിജയശങ്കർ കടന്നു വരുന്നത്. അതോടെ സന്തോഷങ്ങളെല്ലാം മാറി കോടതിയും കേസും ടെൻഷനുമായി ജീവിതം നരകതുല്യമായി എന്ന് അർച്ചന തന്റെ മുൻകാല അനുഭവങ്ങൾ ദീപ്തിയോട് സങ്കടത്തോടെ ഓർത്തെടുക്കുന്നു. അർച്ചനയുടെ ഈ വൈകാരികമായ വാക്കുകളോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.